അഴീക്കൽ തുറമുഖത്ത് നിന്നാണ് അരുൺ പൂപ്പറമ്പ ചേരുന്നത്. അരുൺ, അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രത നിർദ്ദേശങ്ങളുണ്ടോ? എങ്ങനെയാണ് തീരത്തുള്ള ഒരുക്കങ്ങൾ, അവിടെ ലഭ്യമാകുന്ന വിവരങ്ങൾ? അരുൺ. ഉന്മേഷ, സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചും തീരദേശ മേഖലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചും ആശങ്കയുണ്ടാകും. അടുക്കിടെയായി ഇത്തരം സംഭവങ്ങൾ, അതായത് ആ കപ്പൽ അപകടത്തിൽപ്പെടുന്നു, അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് വീഴുന്നു, അതിൽ നിന്നുള്ള രാസവസ്തുക്കൾ കടലിൽ കലരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നേരത്തെ അഴീക്കൽ പോർട്ടിലെ പോർട്ട് ഓഫീസറായിട്ടുള്ള ക്യാപ്റ്റൻ അരുൺ കുമാർ നേരത്തെ നമ്മുടെ പ്രതികരണത്തിൽ വ്യക്തമാക്കിയതാണ് ഈ കപ്പലിൽ രാസവസ്തുക്കൾ, അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ട് എന്നതാണ് കോസ്റ്റ് ഗാർഡ് അവിടെ എത്തി നടത്തിയിട്ടുള്ള പരിശോധനക്കൊടുവിൽ നൽകിയിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ ഇത് ആ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട്, അത് കലരാനുള്ള സാധ്യതയുണ്ട്. അതിന് തൊട്ടടുത്ത് ഉള്ള തീരപ്രദേശം എന്ന നിലയിൽ അഴീക്കലിൽ ആശങ്കയുണ്ട്. പക്ഷേ അധികൃതർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആശങ്കയ്ക്ക് വകയില്ല, അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ്. ഏകദേശം 120 കിലോമീറ്റർ അകലെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. 44 നോട്ടിക്കൽ മൈൽ എന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അത്രത്തോളം എന്തെങ്കിലും തരത്തിലുള്ള അപകടം വിതക്കാനുള്ള സാധ്യതയില്ല എന്ന കാര്യം അഴീക്കൽ പോർട്ട് ഓഫീസർ ഉൾപ്പെടെയുള്ള മറ്റ് അധികൃതർ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരുക്കങ്ങൾ, അതായത് ഇവിടെ അഴീക്കലിൽ മറ്റ് ഓപ്പറേഷനുകളൊന്നും നടക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ സംവിധാനങ്ങൾ പരിമിതമാണ്. ഈ കപ്പൽ ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടിയുള്ള അതിനുള്ള സംവിധാനം ഇവിടെയില്ല. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ യൂണിറ്റ് ഇവിടെയില്ല. അതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നത് പൂർണ്ണമായും ഇതിൻ്റെ അപകടം നടന്നതിന് ശേഷം, ആ വിവരം ലഭിച്ചതിന് ശേഷം അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം കോസ്റ്റ് ഗാർഡിൻ്റെ ബേപ്പൂർ യൂണിറ്റുമായി കേന്ദ്രീകരിച്ചായിരുന്നു. അഴീക്കലിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിൻ്റെ പോർട്ട് ഓഫീസർ തന്നെ നേരിട്ട് ആ കാര്യങ്ങൾ വിലയിരുത്തുകയും അത് മാധ്യമങ്ങളോട്, അതായത് ജനങ്ങളോട് പങ്കുവെക്കേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് കൃത്യമായി പറയുകയും അത് പുറത്തുവിടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ മറ്റു ഓപ്പറേഷനുകളും മറ്റൊരുക്കങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. ജില്ലാ ഭരണകൂടം പൊതുവെ തീരപ്രദേശത്തുള്ളവർക്ക്, കോസ്റ്റൽ ഏരിയയിൽ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുമുണ്ട്.